ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുക ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ഒരു കൊലക്കേസിൽ ചെന്ന് മുട്ടി നിൽക്കുന്നു എന്നാണ് വരുന്നത്. എന്താ റീസൺ അത്? അങ്ങനൊരു സംഭവമുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് മുട്ടും. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ ചെന്ന് മുട്ടിയിട്ടുണ്ട്. അത് ഈ കേസായിട്ട് കൂട്ടിയിണക്കിയല്ല ചെയ്യുക. അത് വേറൊരു കേസാണല്ലോ. കൊലപാതകം വേറെ കൊലക്കേസായിട്ട് അന്വേഷിച്ച് വേണ്ടി വരും. അതിന് ഈ ടീമും പറ്റില്ല, വേറെ ടീം അന്വേഷിക്കേണ്ടി വരും. ഇവരുടെ ചുമതല ഈ കൊള്ളക്കേസ് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ, സ്വർണ്ണക്കൊള്ള. അതെപ്പോഴും ലോകത്തെ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് പലതും പുതുതായിട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് ഈ ശബരിമലയിലെ ഇത് ചെമ്പൊക്കെയാക്കി മാറ്റുന്ന സുധീഷ് കുമാർ ഉണ്ടല്ലോ, മറ്റേ മാർക്സിസ്റ്റ് മറ്റേ യൂണിയന്റെ നേതാവൊക്കെ ആയിരുന്നില്ലേ? അതെ. മാത്രമല്ല ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് അടൂരിൽ പരിഗണിച്ചിരുന്ന ആളാണ് സുധീഷ് കുമാർ. സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യ ഐമനം ക്ഷേത്രത്തില് സബ് ഓഫീസർ ആയിരുന്നു സുധീഷ് കുമാർ പണ്ട്. ആ സമയത്ത് ഐമനത്തൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആദ്യ ഭാര്യയെ ഒരു കൊളക്കടവിൽ മരിച്ച നിലയിൽ കണ്ടിരുന്നു. അത് കൊലപാതകമാണ് എന്ന് അന്നും സംശയം ഉണ്ടായിരുന്നു. ആ കൊലപാതകമെന്ന് വിശ്വസിക്കപ്പെടുന്ന സംഭവത്തിൽ ചെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുട്ടിയിരിക്കുന്നു എന്നാണ് വിവരം വരുന്നത്. ഐമനം പരിപ്പ് ദേവസ്വം, പരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ കോട്ടയത്ത്. അപ്പോൾ ആ പരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ദേവസ്വത്തിൽ 1988 1989 കാലത്ത് ഒരു കൊല്ലം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. ഈ പ്രതി 5ാം പ്രതിയാ അല്ലേ കേസിൽ? 5ഓ 7ഓ പ്രതി. അപ്പോൾ വാടക വീടിൻ്റെ അടുത്ത് ഒരു തോടുണ്ട്. ആ തോട്ടിൽ പോയി ആളുകൾ കുളിക്കാറുണ്ട്. ആ തോട്ടിലെ കുളക്കടവിൻ്റെ അരികിൽ ഭാര്യയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ആദ്യ ഭാര്യ, അന്നൊരു ഭാര്യയല്ലേ ഉള്ളൂ, അതെ, അന്നത്തെ ഭാര്യ. അപ്പോൾ പ്രതികളിൽ അന്ന് ഇത് കൊലക്കേസാണെന്ന് സംശയിച്ചു. അതിൽ പ്രതികളിൽ 2 പേര്, പിന്നെ ആ പ്രതികൾ എന്ന് സംശയിച്ചിരുന്ന 2 പേര് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുപോയി. പിന്നെ ദൃക്സാക്ഷി ഒരു ബോർഡ് ജീവനക്കാരനുണ്ടായിരുന്നു, അയാളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അപ്പോൾ ആ ഭാര്യയുടെ മരണത്തിനെ പറ്റി വിവരം അറിയാവുന്ന അല്ലേ 3 പേര്, 3 പേരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുപോയി. അപ്പോൾ അതും കൊലപാതകമാണോ, ഒരു കൊലപാതക പരമ്പരയാണോ എന്നുള്ള സംശയം. സുധീഷിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു DYSP പോലീസ്, അയാളും അയാളുടെ മകനും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടതായിട്ട് സംശയമുണ്ട്. ഒരു പോലീസ് ഉൾപ്പെട്ടതായത് കൊണ്ട് കൂടിയാണെന്ന് ഇത് അമർച്ച ചെയ്യപ്പെട്ടത് കേസ് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയും മരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ. ഈ മറ്റേ ചെമ്പ് പാളി ആ ശുപാർശയൊക്കെ കൊടുത്തത്. സ്വർണം പൊതിഞ്ഞാന്ന് സുധീഷ് കുമാർ എഴുതിയിരുന്നു. വാസു ആണത് സ്വർണം എന്ന് പറഞ്ഞ സംഗതി മൊത്തം മാറ്റിക്കളഞ്ഞത്. എൻവാസു അറസ്റ്റിലേക്ക് നീങ്ങുകയാണല്ലോ. പോലീസിന് പിടിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ നീങ്ങുന്നു. മാത്രമല്ല മറ്റേ പത്മകുമാറിനെതിരെ മറ്റേ രാധാകൃഷ്ണൻ തിരുവാഭരണം കമ്മീഷണർ കൊടുത്തൊരു കത്തും ഇപ്പോൾ SITയുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കോട്ടയം ഈ വെസ്റ്റ് പോലീസിൽ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം വെസ്റ്റ് പോലീസിൽ SIT ചെന്നിരുന്നു. ഈ ഭാര്യയുടെ, സുധീഷ് കുമാറിൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ അന്വേഷണത്തിൻ്റെ രേഖകളൊക്കെ അന്വേഷിച്ച് ചെന്നിരുന്നു.
അപ്പോൾ അയ്മനത്ത് അന്നൊരു ദേവസ്വം മാഫിയ തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ അന്നത്തെ സുദേശ് കുമാറിൻ്റെ ആ വാടക വീടില്ലേ, ആ വീടുമായിട്ട് കേന്ദ്രീകരിച്ച് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത പല കാര്യങ്ങളും നടന്നിരുന്നു. അങ്ങനെ വന്നുകൂടുന്ന ആളുകളുടെ കയ്യിൽ ഈ സ്ത്രീ അകപ്പെട്ടുപോയി എന്നാണ് പറയുന്നത്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് സംശയം. അപ്പോൾ അടൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് സുധീഷിനെ പരിഗണിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറേ പാർട്ടിക്കാരിൻ്റെ അകത്ത് ഇപ്പോൾ വന്ന് പെടുന്നുണ്ട്, ഇനി കൂടുതലും വന്നേക്കാം. ഇതിൽ ഇനി അതൊരു കൊലക്കേസായിട്ട് ഇനി വരികയാണെങ്കിൽ അതിൽ അന്ന് അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന ഡയമണ്ട് എന്ന് ദേവസ്വം സർക്കിളുകളിൽ അറിയപ്പെടുന്ന ഒരാൾ, ഡയമണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അയാളുടെ ആത്മസുഹൃത്തായിരുന്നു ആ കാലത്ത് സുധീഷ്. ഡയമണ്ട് എന്ന് പറഞ്ഞ ദേവസ്വം ജീവനക്കാരൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഈ ഡയമണ്ട്. ഒരുമാതിരി പല കാര്യങ്ങളും ദേവസ്വത്തിൽ നീക്കുന്ന ആൾ. ആത്മസുഹൃത്തായിരുന്നു സുധീഷ്. അയ്മനത്ത് സുധീഷിൻ്റെ വീട് കേന്ദ്രീകരിച്ചിട്ട് ചിലതൊക്കെ നടന്നിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ. അതിലും ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അതിലുമൊക്കെ ഈ ഡയമണ്ട് ഉണ്ടായിരുന്നു. ബോർഡിൽ ഈ കൊലക്കേസ് അമർച്ച ചെയ്യപ്പെട്ടല്ലോ. അത് കഴിഞ്ഞ് ഈ അയ്മനം മാഫിയ ദേവസ്വത്തിൽ പിടിമുറുക്കി എന്നാണ് പറയുന്നത്. കാരണം അത്രയും പവർഫുള്ളായി അവർക്ക് പലതും ചെയ്യാവുന്നത്. ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, കൊടിമരങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഈ ഡയമണ്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആൾ. കൊടിമരമാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട വിഹാര രംഗം. അതിൽ നിന്ന് പലതും അടിച്ചു മാറ്റുന്ന. ശബരിമലയിലെ കൊടിമരവും അയാൾ നോട്ടമിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസിൽ DYSP ആയ, പിന്നീടാണ് അയാൾ DYSP ഒക്കെ ആയിട്ട് വരുന്നത്. ഈ അയ്മനത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പോലീസുകാരനും അയാളുടെ മകനും ഇതുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാളും ഇതിൻ്റെ ഭാഗമായിരുന്നു. അയാൾ ശമ്പളം വാങ്ങിക്കാതെ പിന്നീട് ലൈസൺ ഓഫീസർ ആവുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഈ പോലീസ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയാതെ സന്നിധാനത്ത് ശബരിമലയിൽ പലതും മാറ്റിയ ആളുമായിട്ടും സുധീഷിന് വലിയ അടുപ്പമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുധീഷ് മറ്റേ 3-ാം പ്രതിയാണ് കേസിൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതൊരു കൊലപാതക കേസിൻ്റെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ആളുകൾ ഒളിപ്പിച്ചു വെച്ച്, അല്ലെങ്കിൽ അന്നേയുള്ള സ്വാധീനത്തിൻ്റെ പല വിവരങ്ങളും പുറത്തേക്ക് വരില്ലേ? അതും ഈ പറയുന്ന ഈ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള സ്വാധീനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന കാര്യമല്ലേ? അന്നേ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ ഇന്ന് എത്രത്തോളം പവർഫുൾ ആയിരിക്കും? അയാൾ പിന്നെയും പവർഫുൾ ആയിരുന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ സുധീഷ് കുമാറിനെ പറ്റി മുമ്പൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, അവിടെ നിന്നാണല്ലോ ഇത് ചെമ്പ് ആയി പോകുന്നത് സ്വർണം. ഈ സുധീഷ് കുമാർ പിന്നീട് ഈ എൻ വാസു അവിടെ കമ്മീഷണറായിരുന്നപ്പോൾ സുധീഷ് കുമാർ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പിന്നീട് 8 മാസം കഴിഞ്ഞിട്ട് എൻ വാസു അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നുണ്ടല്ലോ. അയാൾ പ്രസിഡന്റ് ആവുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിട്ടയർ ചെയ്തു പോയ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ എൻ വാസുവിൻ്റെ PA ആയി വരുന്നു. വാസുവിൻ്റെ PA ആയി ഇയാൾ, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഒരാൾ. അപ്പോൾ വീണ്ടും ഈ മാഫിയ അല്ലേ, ഇനിയിപ്പോൾ ശബരിമല മാഫിയ എന്ന് പറയുന്നതല്ലേ എൻ്റെ ശരി. മാഫിയ ശക്തമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ ഈ കുരുക്കൾ ഒന്നൊന്നായിട്ട് അഴിയുമ്പോഴേ കേരളം ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറേ വിവരങ്ങൾ പുറത്തു വരുന്നുള്ള ഒരു ഉറപ്പല്ലേ? വലിയ ഞെട്ടലുളവാക്കുന്ന വിധത്തിലാണ്. നേരത്തെ തന്നെ നമ്മൾ സുഭാഷ് കപൂറിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നില്ലേ? രാജ്യാന്തര വിഗ്രഹ മോഷ്ടാവായിരുന്ന ആളുടെ പേര് ഹൈക്കോടതി തന്നെ പരാമർശിച്ചു. ആരാണ് സുഭാഷ് കപൂർ എന്നൊക്കെ നമ്മൾ ചർച്ചയും ചെയ്തിരുന്നു. ഇപ്പൊ ഈ ഡയമണ്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡയമണ്ട് എന്ന് പറഞ്ഞ ആള് അതിപ്പോ ഇതിൽ അറസ്റ്റിലായ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥൻ തന്നെ ആയിക്കൂടായികയില്ല എന്ന് തോന്നുന്നു.
പക്ഷേ കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അയാളുടെ പേര് ഇപ്പം പറയാതിരിക്കുന്നത്. അത് കേസ് വരുമ്പോൾ SIT തന്നെ പറയട്ടെ, അതാണ് അതിൻ്റെ ശരി. കാരണം കൊടിമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം അറസ്റ്റിലായിരിക്കുന്ന ഒരാള് തിരുനക്കര ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആന എഴുന്നള്ളത്ത് അല്ലേ, ആനയെ വാടകയ്ക്ക് കൊണ്ടിരുന്ന് അതിൽ നിന്ന് തിരിമറി നടത്തുന്ന, അവർക്കൊരു തുക ഇവിടെ ഒരു തുക എന്നൊക്കെ പറഞ്ഞിരുന്നതായിട്ടൊക്കെ നമുക്കറിയാമല്ലോ. ഏറ്റുമാനൂരിലെ 7.5 പൊന്നാന കടത്താൻ ശ്രമിച്ച ആളുമൊക്കെയാണ് അയാൾ എന്നൊക്കെ അറിയില്ലേ. അയാളും ശക്തനായിരുന്നു അല്ലേ. അയാള് ഒരു സാമുദായിക സംഘടനയിൽ പ്രധാനിയുമായിരുന്നു, പെരുന്നയിൽ അല്ലേ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ബിക്കമിങ് മർക്കിയർ എന്ന് പറയും, കൂടുതൽ ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.